ഇനി നോക്കാം പ്രവാസ ലോകത്തെ വാർത്തകൾ. കെ വിസയ്ക്കു പിന്നാലെ അമേരിക്കയ്ക്ക് തടയിട്ട് ചൈന. ആഗോള പ്രതിഭകളെ ചൈന സ്വാഗതം ചെയ്തു. US H1B വിസ ഫീസ് ഉയർത്തിയതിനു ശേഷമാണ് ചൈന ഇത്തരമൊരു നീക്കം നടത്തുന്നത്. രാജ്യത്തിന്റെ സാങ്കേതികവും സാമ്പത്തികവുമായ പുരോഗതിക്കായി വിവിധ മേഖലകളിലുള്ള ആഗോള പ്രതിഭകൾക്ക് വാതിലുകൾ തുറക്കുകയാണ് ചൈന. മറ്റു രാജ്യങ്ങളിലെ പ്രൊഫഷണലുകൾക്ക് കൂടുതൽ അവസരം ചൈന അനുവദിക്കുന്നതായി ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഗുവോ ജിയകുൻ പറഞ്ഞു. H1B വിസ കാര്യത്തിൽ വലിയ പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനത്തിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചതിന് തൊട്ടുപിന്നാലെയാണ് ജിയോകുന്റെ പരാമർശം. രാജ്യത്തിന്റെ പ്രവേശന എക്സിറ്റ് ചട്ടങ്ങളിലെ ഭേദഗതിക്ക് സ്റ്റേറ്റ് കൗൺസിൽ അടുത്തിടെ അംഗീകാരം നൽകിയതിനെ തുടർന്ന് ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ യുവ പ്രൊഫഷണലുകളെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ട് ഓഗസ്റ്റിൽ ചൈന പുതിയതായി കെ വിസ പ്രഖ്യാപിച്ചിരുന്നു. പുതിയ വിസ ചട്ടങ്ങൾ ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. കെ വിസ അവതരിപ്പിക്കുന്ന പുതിയ നയം നടപ്പാക്കുന്നതിനുള്ള ഉത്തരവ് ഇറങ്ങിയതായി രാജ്യത്തെ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. H1B വിസ നിയന്ത്രണത്തിൽ നിന്നും ഡോക്ടർമാരെ ഒഴിവാക്കിയേക്കും. ആരോഗ്യമേഖലയിൽ പ്രതിസന്ധി ഉണ്ടാകുമെന്നും ആശുപത്രികളെ ആരോഗ്യരംഗത്തെ വിദഗ്ധരെയും ആശങ്കപ്പെട്ടതിനെ തുടർന്നാണ് നീക്കം. വർദ്ധിപ്പിച്ച H1B വിസ ഫീസിൽ നിന്നും ഡോക്ടർമാരെ ഒഴിവാക്കാമെന്ന് വൈറ്റ് ഹൗസ്. ഫിസിഷ്യന്മാരെയും മെഡിക്കൽ ജീവനക്കാരെയും ഇളവുകളിൽ ഉൾപ്പെടുത്താമെന്ന് വൈറ്റ് ഹൗസ് വക്താവ് ടെയ്ലർ റോജേഴ്സ് പറഞ്ഞു. ജീവനക്കാരുടെ ക്ഷാമം കൂടുമെന്നും ആശുപത്രികളും മെഡിക്കൽ ഗ്രൂപ്പുകളും ആശങ്ക പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് വിശദീകരണം. വിദേശ പരിശീലനം ലഭിച്ച ഡോക്ടർമാരെ ആശ്രയിക്കുന്ന ആശുപത്രികൾക്ക് H1B വിസ പ്രോഗ്രാം നിർണായകമാണ്. മെഡിക്കൽ റെസിഡന്റുകളെയും സ്പെഷ്യലിസ്റ്റുകളെയും കൊണ്ടുവരാൻ നിരവധി ആരോഗ്യ സംവിധാനങ്ങൾ വിസകളെ ആശ്രയിക്കുന്നുണ്ട്. മയോ ക്ലിനിക്ക്, ക്ലീവ്ലാൻഡ് ക്ലിനിക്ക്, സെന്റ് ജൂഡ് ചിൽഡ്രൻസ് റിസർച്ച് ഹോസ്പിറ്റൽ തുടങ്ങി മുൻനിര സ്ഥാപനങ്ങൾ H1B വിസകളുടെ മുൻനിര സ്പോൺസർമാരിൽ ഉൾപ്പെടുന്നതായി ഫെഡറൽ ഇമിഗ്രേഷൻ രേഖകൾ വ്യക്തമാക്കുന്നു. മയോ ക്ലിനിക്കിന് മാത്രം 300-ലധികം അംഗീകൃത വിസകളുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.